അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും. നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും. മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നോളം ഞങ്ങളെ കാത്തുപരിപാലിച്ച അമ്മയുടെ എല്ലാ സംരക്ഷണത്തിനും കൃപയ്ക്കും ഞാനും എന്റെ കുടുംബാംഗങ്ങളും ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തു കുരിശിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ ഭവനത്തിന്മേൽ തളിച്ചുകൊണ്ട് എല്ലാ പൈശാചിക ശക്തികളുടെയും മേൽ അധികാരം ഏറ്റെടുക്കണമേ. അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൈശാചിക ശക്തികളോട് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും എന്നേക്കും അകന്നു പോകുവാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു. ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഈശോയുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ അവനെ ഞാൻ അയക്കുന്നു. വീണ്ടും ഈശോയുടെ നാമത്തിൽ അന്ധകാര ശക്തികളോട് ഇനി ഒരിക്കലും എന്നെയും എന്റെ ഭവനത്തെയും ഉപദ്രവിക്കരുതെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനായ ഈശോ മിശിഹായിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കുവാനായി ഞങ്ങളിലും വന്ന് നിറയുവാനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ എഴുന്നള്ളി വരേണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ വീശുകയും ചെയ്യണമേ. ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും ക്ഷമയുടെ ദയയുടെ നന്മയുടെ വിശ്വസ്തതയുടെ ആത്മസംയമനത്തിന്റെ സൗമ്യതയുടെ സമാധാനത്തിന്റെ അഗ്നിജ്വാലകൾ കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ മഹനീയവും മഹത്വപൂർണവുമായ ദിനങ്ങൾക്കായി കാത്തിരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവെ, അവിടുന്ന് പഠിപ്പിക്കുന്നത് പ്രവർത്തിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കണമേ. ഭക്തി, ദൈവഭയം, ആലോചന എന്നിവയിലെല്ലാം അവിടുത്തെ തിരുരക്തം ഒഴുക്കണമേ. ഞങ്ങളെ എല്ലാവരെയും സുഖപ്പെടുത്തണമേ.
അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ നിരുപാധികം ക്ഷമിക്കുവാൻ ഞങ്ങളുടെ സങ്കടങ്ങളും കണ്ണുനീരുകളും വേദനകളും അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമായ അവിടുന്ന് എൻ്റെ ഭവനത്തിന് എപ്പോഴും കൂട്ടായിരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സാധിച്ചു തരുവാൻ അമ്മയുടെ ദൈവിക കൃപകൾ ഞങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണമേ. അതുവഴി അങ്ങേ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് ആഴമായ വിശ്വാസവും ഭക്തിയും പ്രകടിപ്പിക്കുവാനും അമ്മയുടെ മാധ്യസ്ഥം സ്ഥിരോത്സാഹത്തോടെ യാചിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. അമ്മയുടെ മാതൃഹൃദയത്തിൽ അമ്മയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾ എല്ലാവരുടെയും, പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരുടെയും അമ്മയാണ്. അമ്മ എല്ലാവർക്കും സഹായവുമാണ്. അമ്മയുടെ മാതൃസ്നേഹത്താൽ നിരാശരായവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവളാണല്ലോ. ദൈവമാതാവേ, ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിലുള്ള ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണയിലും ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അമ്മയിൽ ഞങ്ങൾക്കുറപ്പുണ്ട്. ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകാ മറിയമേ, നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഞങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളിലേക്ക് അമ്മയുടെ കരുണാർദ്രമായ നോട്ടം നോക്കേണമേ. ഈശോയുടെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും വരേണമേ. അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഹൃദയകാഠിന്യമുള്ള ഞങ്ങളുടെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളെയും കണ്ണീരുകളെയും തുടച്ചുമാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ. അമ്മേ നാഥേ, നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന ഈ പ്രത്യേക നിയോഗം, നിങ്ങളുടെ നിയോഗം ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിച്ചു കിട്ടുവാൻ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ മാധ്യസ്ഥ പ്രാർത്ഥനകളോടും ദിവ്യബലികളോടും ചേർത്ത് അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, അത്ഭുതം പ്രവർത്തിക്കണമേ. കാരുണ്യം ചൊരിയുന്ന അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും എന്നെയും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനും നന്ദി പറയുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്നും പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.